ഹലോ എവ്രി വൺ, വെൽക്കം ടു ടോപ്പേഴ്സ് ടോക്ക് അറ്റ് ഫോർച്യൂൺ ഐഎസ് അക്കാഡമി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം സിവിൽ സർവീസ് പരീക്ഷയിൽ 235 റാങ്ക് നേടിയ ഡോക്ടർ മഞ്ജിമയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ് മഞ്ജിമ ഈ ഉന്നത വിജയം കരസ്ഥമാക്കിയത്. ഇതിന് പിന്നിലുള്ള സ്റ്റഡി സീക്രറ്റ്സ്, പഠനവിശേഷങ്ങൾ എല്ലാം നമുക്ക് മഞ്ജിമയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് മഞ്ജിമ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സിവിൽ സർവീസ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുന്ന എനിക്ക് ആദ്യം ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മെയിൻസ് ഒക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു പ്രതീക്ഷ വന്ന്. അല്ലാതെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരിക്കലും ഇതെന്റെ ഒരു കാൽക്കുലേറ്റഡ് അറ്റംപ്റ്റ് പോലും ആയിരുന്നില്ല ഇത്. ഞാൻ ആക്ച്വലി 2024 അറ്റംപ്റ്റ്, ഈ വരുന്ന അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിട്ടായിരുന്നു വന്നത്. എനിക്ക് തോന്നുന്നു മഞ്ജിമ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം സെപ്റ്റംബറോടെയാണ്. അപ്പോഴാണ് MBBS കോഴ്സ് കഴിഞ്ഞത് അല്ലേ? അപ്പോൾ വളരെ ഒരു ഷോർട്ട് ടൈം പീരീഡേ ഉള്ളായിരുന്നു, സെപ്റ്റംബർ തൊട്ട് മെയ് വരെ ഉള്ളായിരുന്നു പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതെങ്ങനെയാ മാനേജ് ചെയ്തത്? സെപ്റ്റംബറിലായിരുന്നു എന്റെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ സെപ്റ്റംബർ ബാച്ചിലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. പക്ഷെ ഒക്ടോബറിലാണ് ശരിക്കും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുത്തെ ക്ലാസ്സസ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് കവർ ചെയ്യാനുള്ള സമയം മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പഠിച്ച കാര്യങ്ങൾ അത് മാക്സിമം പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ PTS ഇവിടുത്തെ ഷെഡ്യൂളും അതുമായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നത് CSAT എനിക്ക് ഒരു പോയിന്റിൽ മനസ്സിലായി, ഞാൻ CSAT കുറച്ച് വീക്കാണ്, അത് പഠിച്ചിലേക്ക് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ CSATലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ഞാൻ കൊടുത്തു. അപ്പൊ അങ്ങനെ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒന്നും ഓവർഡു ചെയ്തിട്ടില്ല. അപ്പോ അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പ്രിലിംസിന്റെ എക്സാം ഹാളിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾ എത്ര കമ്പോസ്ഡ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പൊ ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അതെനിക്ക് ഭയങ്കര റിലീഫ് ആയിരുന്നു. ലൈക്ക് നമ്മള് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അപ്പൊ കിട്ടുവാണെങ്കിൽ സന്തോഷം, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ പോയത്. ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ വേറൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നോ? ഞാൻ MBBS കഴിഞ്ഞതായതുകൊണ്ട് എന്റെ ഏറ്റവും വലിയ ബാക്കപ്പ് അല്ല, ഞാൻ ബാക്കപ്പ് പ്ലാൻ എന്ന് പറയില്ല, ഞാൻ പാരലലി കൊണ്ടുപോയ ഒരു പ്ലാനിനെ പറയുള്ളൂ. കാരണം ഞാൻ ഈക്വലി ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ തിരിച്ച് ഡോക്ടറായിട്ട് ജോലി നോക്കാനും എനിക്ക് ഈക്വലി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു തിരിച്ചു പോവാൻ ഒരു ഇടമുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് വലിയൊരു സ്ട്രെങ്ത് ആണെന്ന് ഞാൻ പറയാം. MBBS ശേഷം സിവിൽ സർവീസിലേക്ക് വരാനുള്ള കാര്യം ഉണ്ടായിരുന്നു? സിവിൽ സർവീസസ് എന്ന് പറഞ്ഞ തോട്ട് എന്റെ ഉള്ളിൽ ആദ്യമായിട്ട് വന്നത് 2020 കോവിഡിന്റെ സമയത്താണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു MBBS പഠനകാലത്തുണ്ടായ പല അനുഭവങ്ങളും, പിന്നെ ഞാൻ ഒന്ന് രണ്ട് റിസർച്ചസിന്റെ ഭാഗമൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഒരുപാട് ആളുകളുമായിട്ട് പുതുതായിട്ട് മീറ്റ് ചെയ്യാനും ഒരുപാട് ജീവിതങ്ങളെ പറ്റി ഞാൻ അറിയാനും ഒക്കെ ശ്രമിച്ചതും, അങ്ങനെ കുറച്ചുകൂടെ പുറമേയുള്ള കാഴ്ചകൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് ആ ഒരു കാലത്താണ്. അപ്പൊ ആ സമയത്താണ് എനിക്ക് തോന്നിയത് പലയിടങ്ങളിലും ആസ് എ ഡോക്ടർ നമുക്കൊരു പേഷ്യന്റിനെ ചികിത്സിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സിന് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാമെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അപ്പൊ ആ ഒരു ഹെൽപ്ലെസ്നെസ് എവിടെയോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞത് ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്, അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു തോന്നല് ആ കോവിഡ് ലോക്ക്ഡൌണിന്റെ സമയത്ത്. അപ്പോഴാണ് ഞാൻ ലൈഫ് ഡിസിഷൻസ് ഒക്കെ ഒന്ന് തിരിഞ്ഞ് പോയി നോക്കാനും പുതിയ ഡിസിഷൻസ് എടുക്കാനും ഒരു കറേജ് കാണിച്ചത്. ഡോക്ടർ എന്ന് പറയുമ്പോൾ വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കരിയറാണ്. അത് വിട്ടിട്ട് സിവിൽ സർവീസസിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ പാരന്റ്സോ ഫ്രണ്ട്സോ അത് വേണ്ട എന്ന് പറഞ്ഞില്ലേ? അത് തീർച്ചയായും എന്റെ ഫാമിലിയിൽ നിന്ന് അവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഞാൻ അങ്ങനെ ഒരു ജനറൽ നോളജ് അല്ലെങ്കിൽ പേപ്പർ വായന ഇതൊന്നും ഒട്ടും പരിചിതമായ ഒരു കാര്യമല്ല എനിക്ക്. അപ്പൊ എന്റെ അച്ഛനൊക്കെ ആദ്യം ചോദിച്ചത്, നിനക്കതിന് ജനറൽ നോളജ് വല്ലതുണ്ടോ, നീ പേപ്പർ ഒന്നും വായിക്കാറില്ലല്ലോ, ഇതാണ് എന്നോട് ചോദിച്ചത്. പിന്നെ അതുപോലെ ഞാൻ MBBS അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടെ ആയിരുന്നു. അപ്പൊ അത് ഉപേക്ഷിച്ച് ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞത്, അത് ഉപേക്ഷിച്ചെന്ന് ഞാൻ പറയില്ല, അത് അവിടെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ഡിസിഷൻ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കൂടാതെ ഞാൻ ആ ഒരു 4th ഇയർ വരെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, അപ്പൊ അതിന്റെ കോച്ചിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ രീതിയിലായിരുന്നു എല്ലാവരും എന്നെ കണ്ടിരുന്നത്. അപ്പൊ പലർക്കും ഞാൻ ഇതിലേക്ക് പോകുന്നത് എന്നുള്ളത് അത്ര ബിലീവബിൾ ആയിരുന്ന ഒരു കാര്യമായിരുന്നില്ല.
പിന്നെ വീട്ടുകാരെ എനിക്ക് ഒന്ന് കൺവിൻസ് ചെയ്ത് ഞാൻ എന്റെ ജീവിതം മൊത്തം ഞാൻ ഇതിന് കൊടുക്കാൻ പോവല്ല, 1-2 അറ്റംപ്റ്റ് ഞാൻ കൊടുക്കുള്ളൂ. അത് പോസിബിൾ ആയില്ലെങ്കിൽ ഞാൻ തിരിച്ച് സന്തോഷത്തോടു കൂടെ തന്നെ ഞാൻ തിരിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും എന്നുള്ളൊരു വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ പറ്റി. MBBS-ഉം സിവിൽ സർവീസസും രണ്ടും പൊതുവെ ഭയങ്കര ടഫാണ് പ്രിപ്പയർ ചെയ്യാൻ എന്ന ആൾക്കാർ പറയുന്ന ഒരു പരീക്ഷയാണ്. മഞ്ജുമ ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതായിരുന്നു കൂടുതൽ പാട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ MBBS പഠനം എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ ബൾക്കി സബ്ജക്ട്സ്, കുറച്ചുകൂടെ ബൾക്കിയാണ്. കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ബൈഹാർട്ട് പഠിക്കാൻ അത്ര ഒരു പൊതുവെ അത്ര നന്നായിട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം MBBS പഠനം കുറച്ചുകൂടെ ആ രീതിയിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞത് അതിലെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഉത്തരങ്ങൾ എഴുതാം, നമുക്ക് എക്സാം പാസ്സാവാം. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു MBBS ആയിരുന്നു കുറച്ചുകൂടെ എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് പഠനം. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പ്രോസസ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ എക്സാം കുറച്ച് പെയിൻഫുൾ ആണ്. കാരണം ഗിവൺ ഇറ്റ്സ് അൺപ്രഡിക്റ്റബിലിറ്റി, അല്ലെങ്കിൽ എങ്ങനെയാവും അതിന്റെ അവസാനം നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് പ്രോസസ് പെയിൻഫുൾ ആയിട്ട് തോന്നിയത് ഈ സിവിൽ സർവീസ് പ്രോസസ് തന്നെയാണ്. ഈ അൺസർട്ടനിറ്റി ടു ആൻ എക്സ്റ്റെന്റ് എനിക്ക് തോന്നുന്നു കുറച്ചൊരു സ്ട്രെസ്സും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മഞ്ജുമ ഈ പ്രിപ്പറേഷൻ ടൈമിൽ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്തത്? സ്ട്രെസ് ഉണ്ടായിരുന്നോ? എങ്ങനെ ഹാൻഡിൽ ചെയ്തത്? എനിക്ക് ഇനീഷ്യലി നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിട്ടായിരുന്നു വന്നത്. അപ്പൊ ഒരു 1-2 അറ്റംപ്റ്റേ കൊടുക്കുള്ളൂ. അപ്പൊ 2 അറ്റംപ്റ്റിൽ എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തി. ഞാൻ പിന്നെ വിചാരിക്കാൻ തുടങ്ങിയത് ഇതങ്ങനെ നമുക്ക് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും ചിലപ്പം കിട്ടാത്ത ഒരു എക്സാം ആണ്. പല ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു എക്സാം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുക എന്നതിലുപരി മറ്റ് എന്തൊക്കെയോ ഘടകങ്ങൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് കിട്ടിയില്ലെങ്കിലും ഞാൻ തിരിച്ചുപോയി ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും എന്ന സന്തോഷത്തോടു കൂടെ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു രീതിയിൽ എന്റെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ സ്ട്രെസ് അടിക്കാൻ വേണ്ടി നമുക്ക് സമയം വേണമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടെൻഷൻ അടിക്കാനുള്ള ഒരു സമയം ഇതിന്റെ ഇടയിൽ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു പ്രോസസ്സ് വളരെ ബിസി ആയിരുന്നത് കൊണ്ട് തന്നെ അധികം സ്ട്രെസ് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ കുറച്ചുകൂടെ സ്ട്രെസ് അടിച്ചത് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എനിക്ക് അത്യാവശ്യം കുറെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം 3rd ഫേസിലായതുകൊണ്ട് അവിടെ അത്യാവശ്യം അധികം ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്റർവ്യൂവിനെ കുറിച്ച് മെൻഷൻ ചെയ്തല്ലോ. ഇന്റർവ്യൂവില് നമ്മളോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. ഇതിൽ ഏറ്റവും റീകോൾ ചെയ്യുന്ന ഒരു ചോദ്യം ആൻഡ് അതിൻ്റെ ഒപ്പം ഇന്റർവ്യൂവിന്റെ ആകമൊത്തമുള്ള എക്സ്പീരിയൻസ് ആക്ച്വൽ UPSC ഇന്റർവ്യൂവിന്, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു അവിടെ പോയപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ യൂട്യൂബിൽ മാത്രം കണ്ട ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയാണ് പോയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിനെ പറ്റി ചില മുൻധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ എന്തോ ഒരു മുൻധാരണയായിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻസ് പക്ഷെ വളരെ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പോ ഞാൻ പൊതുവെ വിചാരിക്കുന്നത് നമ്മളൊരു ധാരണയില്ല, മുൻധാരണയോടെ ഇല്ലാതെ നമ്മൾ പോണം തോന്നുന്നു. അപ്പോ ഞാൻ എക്സ്പെക്ട് ചെയ്ത ലൈൻസിൽ അല്ല ഇന്റർവ്യൂ പോയത് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ വളരെ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ പുറമെ അത് പ്രകടിപ്പിച്ചിട്ടില്ല എന്നുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു അവർക്ക് എന്നെ പറ്റി ഒരു ബാഡ് ഇംപ്രഷൻ അതുകൊണ്ട് ഉണ്ടായി കാണില്ല. അതിലെനിക്ക് ഏറ്റവും റിക്കളക്ട് ചെയ്യാൻ പറ്റിയത്, എനിക്ക് നന്നായി ഞാൻ ആകെ ഉത്തരം പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഞാൻ വിശ്വസിക്കുന്നത് ശബരിമല വേർഡിക്റ്റിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് കണ്ടപ്പോൾ ചില അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അപ്പൊ എനിക്ക് ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പൊ അതായിരിക്കണം എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഇന്റർവ്യൂവിന് കിട്ടിയത്. എനിക്കൊന്ന് 187 മാർക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നേരത്തെ റാൻഡം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞല്ലോ, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയാമോ? അതുപോലെ ഐ തിങ്ക് മഞ്ജുമിക്ക് കുറെ ഐ ഡോണ്ട് നോ പറയേണ്ടി വന്നു. അപ്പോൾ ആ ഐ ഡോണ്ട് നോ പറഞ്ഞു കഴിഞ്ഞ് എൻഡിലേക്ക് വളരെ പോസിറ്റീവായിട്ട് ഒരു ഉത്തരം പറയാൻ അതെങ്ങനെയാ പോസിബിൾ ആയത്? റാൻഡം ക്വസ്റ്റ്യൻസ് എനിക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് കുറെ വന്നത്. അതിൽ ഒരു മെമ്പർ ഫുൾ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ചോദിച്ചത്. അതിൽ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ പറ്റിയിട്ട്, പിന്നെ റിമോട്ടിന്റെ വർക്കിങ്ങിനെ പറ്റി, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കോൺവെർസേഷൻ മോഡിലേക്കും പോകുന്നുണ്ടായിരുന്നില്ല, ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള ഒരു മോഡിലായിരുന്നു. പിന്നെ ഒരു ഓൾമോസ്റ്റ് 12 ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ 6 ക്വസ്റ്റ്യൻസോളം ഞാൻ ഐ ഡോണ്ട് നോ ആണ് പറഞ്ഞത്. അപ്പോ എന്റെ കോൺഫിഡൻസിന് അത് ബാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുറമെ ഞാൻ വളരെ പ്ലസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉത്തരം ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഞാൻ
മനസ്സിലാക്കിയ വേറൊരു കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻസ് ഉത്തരം പറയാന്നതിനേക്കാളും നമ്മൾ ആ സമയത്ത് എത്ര കമ്പോസ്ഡ് ആയിരിക്കുക, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന് മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ പുറമെ വളരെ പ്ലസന്റും കമ്പോസ്ഡും ആണെന്നുള്ളത് എനിക്കൊരു ഒരു പോസിറ്റീവ് ആസ്പെക്ട് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ശബരിമല ക്വസ്റ്റ്യൻ വന്നപ്പോ അത് നമ്മൾ ഓൾറെഡി ശബരിമല എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ വന്നപ്പോ ഒരു സന്തോഷം തോന്നി. ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഇതൊരു നല്ല ആൻസർ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കോപ്പ് ഉണ്ട് എന്നൊരു തോന്നല് വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് ഉത്തരം പറയാൻ പറ്റി. അത് ഞാനൊരു റിസ്ക് എടുത്തതാണ്. ചിലപ്പോൾ ഞാൻ ഉത്തരം പറയുമ്പോൾ അതൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് കുറച്ചുകൂടെ റാഡിക്കൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി മാറിയേക്കാം. പക്ഷെ എനിക്ക് എന്തോ ആ സമയത്ത് കുറച്ചുകൂടെ ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയണം എന്ന് തോന്നി. ഭാഗ്യത്തിന് ഞാനത് ബാലൻസ്ഡ് ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഉത്തരം പറയാനും പറ്റി എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വളരെ റിലേറ്റീവ്ലി വളരെ ഷോർട്ട് ഡ്യൂറേഷനിലാണ് മഞ്ജുമ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തത്. അപ്പം ഒബ്വിയസ്ലി മഞ്ജുമയുടെ ടൈം മാനേജ്മെന്റ് അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മഞ്ജുമയുടെ ഒരു ടിപ്പിക്കൽ ഡേ, പ്രിപ്പറേഷൻ ടൈമിലുള്ള ഒരു ടിപ്പിക്കൽ ഡേ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എത്ര സമയം ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു, എപ്പോഴാണ് പഠിച്ചത്, രാവിലെയാണോ ഉച്ചയ്ക്കാണോ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാമോ? എനിക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഉച്ചയ്ക്കാണ് 2 to 6 ആണ് ക്ലാസ് ഉണ്ടാവാറ്. അപ്പോൾ പക്ഷെ ഞാൻ എൻ്റെ ഒരു ഡേ എന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കുന്നത് ഞാൻ രാത്രി ആണ് ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ അതൊരു കുറച്ചൊരു അത്ര ഹെൽത്തി അല്ലാത്തൊരു റുട്ടീനാണ്. പക്ഷെ എന്നാലും അത് ഞാൻ ഉച്ചയ്ക്ക് 2 മുതൽ 6 വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. തിരിച്ച് വന്നിട്ട് രാത്രി പേപ്പർ വായിക്കുക, പഠിക്കുക. അപ്പൊ അങ്ങനെ ഞാനൊരു പുലർച്ചെ വരെയാണ് ഞാൻ പഠിച്ചിരുന്നത്. ഒരു 4 മണി 5 മണി വരെ ഞാൻ പഠിക്കും. അത് കഴിഞ്ഞിട്ട് പുലർച്ചെ തൊട്ട് ഉച്ച വരെയാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിന് പോകും. അങ്ങനെയാണ്. അത് ഞാൻ ഒരുപാട് അൺഹെൽത്തി ആണെന്ന് എനിക്ക് അറിയാം. ഞാൻ ഒരിക്കലും അതൊരു ഞാനൊരു വേറൊരാളോട് അത് അഡാപ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. പക്ഷെ എനിക്കത് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫോർച്യൂണിൽ പ്രിലിംസ് കം മെയിൻസ് ബാച്ചിലെ സെപ്റ്റംബർ ബാച്ചിലായിരുന്നു അല്ലേ? അപ്പോൾ ആ ക്ലാസ്സിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള 1-2 മൊമെന്റ്സ് ഒന്ന് റീകോൾ ചെയ്തെടുക്കാമോ? ഏതെങ്കിലും പെർട്ടിക്കുലർ ഫാക്കൽറ്റിയുടെ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും റീകോൾ ചെയ്തെടുക്കാമോ? എനിക്ക് ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസിന്റെയും ക്ലാസ് വളരെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് എക്കണോമിയുടെ അരുൺ സാറിന്റെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട്. കാരണം സാറിന്റെ ഒരു മോഡ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെ ആൻസർ പറയിപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അത് ക്ലാസ്സിൽ നമുക്ക് വളരെ ആക്റ്റീവായി ഇരിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ക്ലാസ് മൊത്തം ആ സമയത്ത് ഉണരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ ശൈലേഷ് സാറിന്റെ ക്ലാസ്സുകളിലാണെങ്കിൽ സാറ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. സാറിന്റെ ക്ലാസ് ഒരു പ്രത്യേക രീതിയാണ്. അത് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം. അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ക്ലാസ് അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ക്ലാസ്സസിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഈ ഷോർട്ട് ടൈം പീരിയഡിൽ പഠിക്കുമ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പോൾ മഞ്ജുമ എങ്ങനെയായിരുന്നു പ്രിലിംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത്? പ്രയോറിറ്റി ഏരിയാസ് മെയിൻ ആയിട്ട് കണ്ടുപിടിച്ചത് എനിക്കൊന്ന് PYQs വഴി തന്നെയാണ്. കാരണം PYQs അവസാനം ഒരു 2 ആഴ്ചയൊക്കെ ഞാൻ PYQs മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ PYQs ആണ് ഏറ്റവും വലിയ സോഴ്സസ് ആയിട്ട് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ എല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ള അറിവ് വെച്ചും കോമൺ സെൻസ് വെച്ചും ഒക്കെ ഉത്തരം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ലോജിക്കിൽ നമ്മൾ ബിലീവ് ചെയ്യാന്നുള്ളതാണ് ആ ഒരു എക്സാം ഹാളിൽ ഇരുന്നത്. പിന്നെ PTS ഇവിടുത്തെ PTS ആണ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പൊ അതിന് ഞാൻ ഒരു ടെസ്റ്റ് സീരീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് ആണ്. അപ്പൊ ആ ഒരു ടൈം ടേബിൾ ആ ഷെഡ്യൂളുമായിട്ട് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ 100 ടെസ്റ്റ് സീരീസ് എഴുതി 200 എണ്ണം സോൾവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ ആകെ ഒരു ടെസ്റ്റ് സീരീസ് ആണല്ലോ ചെയ്തത്, അപ്പൊ അത് മതിയോ എന്ന്. അപ്പൊ ഞാൻ അഡ്വൈസ് ചെയ്യാൻ നമ്മൾ മാക്സിമം ടെസ്റ്റ് സീരീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്നെ പോലെ ടൈമിന് കൺസ്ട്രെയിൻസ് ഉള്ള ആൾക്കാർ ഉള്ള കാര്യങ്ങൾ വൃത്തിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ആ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ പ്രാവശ്യം റിവൈസ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിന്റെ പാർട്ട് ആൻഡ് പാർസലായി വരുന്നതാണ് ടെസ്റ്റ് സീരീസിന്റെ ഡിസ്കഷൻസ്. ആൻഡ് നേരത്തെ മഞ്ജുമ പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു എന്ന് തോന്നുന്നു, കോമൺ സെൻസ് ആൻഡ് ലോജിക്കലി ആൻസർ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റ് സീരീസിൽ. അപ്പോൾ ഈ ഡിസ്കഷൻസ്, ഈ നമ്മൾ എലിമിനേഷൻ സ്ട്രാറ്റജി, ലോജിക്കൽ എബിലിറ്റി ടു ക്രാക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെയെല്ലാം പറയാറുണ്ടല്ലോ, അത് വർക്ക് ചെയ്യാറുണ്ടോ? ഞാൻ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ഡിസ്കഷൻ ഉണ്ടാവും. അത് ഞാൻ റെഗുലർലി അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. കാരണം നമ്മൾ ഏത് രീതിയിലാണോ ആ എക്സാം ഹാളിൽ ചിന്തിച്ചത് അതുപോലെ മറ്റൊരാളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെ ചിന്തിച്ചാൽ സോൾവ് ആവുമോ,
എന്നുള്ളത് നമുക്ക് റീഅഷുറൻസ് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഡിസ്കഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ആനന്ദ് സാറിന്റെ ഡിസ്കഷൻസ് റെഗുലർലി കാണാറുണ്ട്. അപ്പൊ അതിൽ തന്നെ എലിമിനേഷനും ലോജിക്കൽ തിങ്കിങ് ഒക്കെ നമുക്ക് കുറെയൊക്കെ നമുക്കത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എക്സാമിനേഷൻ ഹാളിൽ, റിയൽ എക്സാമിനേഷൻ ഹാളിലും ഈ ലോജിക്കും കോമൺ ആയിട്ടുള്ള ഒരു തിങ്കിങ് ഒക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ പ്രിലിംസിനെ കുറിച്ച് ഇപ്പോൾ അത്യാവശ്യം സംസാരിച്ചു. ഇനി നമ്മുടെ അടുത്ത സ്റ്റേജ് മെയിൻസിലെ മഞ്ജിമയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാം. മെയിൻസ് ആക്ച്വലി ഞാൻ എനിക്ക് ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് സത്യം പറയണ ഇല്ല. കാരണം ഞാൻ പ്രിലിംസ് ഇപ്രാവശ്യം ക്ലിയർ ചെയ്ത് വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മെയിൻസിന്റെ ഒരു കാര്യങ്ങളുമായിട്ട് വലിയ പരിചയമില്ലായിരുന്നു. എനിക്ക് പേപ്പറുകൾ എത്ര ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഓരോ പേപ്പറിൽ എന്ത് സബ്ജക്റ്റ് ആണ് ഉള്ളത്, എന്താണ് അതിലെ ടോപ്പിക്സ് എന്താണെന്ന് പോലും അറിയാതെയാണ് ഞാൻ മെയിൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മെയിൻസിന്റെ ക്ലാസ്സസും എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അപ്പോഴത്തേനും കണ്ടു തീർക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മെയിൻസ് പ്രിപ്പറേഷൻ എന്റെ വളരെ ഹാഫസാർഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് സേവർ ആയിട്ട് ആക്ട് ചെയ്തത് PYQs തന്നെയാണ് അവിടെ. അതിൽ ഞാൻ PYQസിന്റെ കമ്പൈലേഷൻസ്, ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ഓൺലൈനായിട്ടും അല്ലാതെ ഒക്കെ. അപ്പോൾ ആ PYQസിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതാണ് മെയിൻ ആയിട്ട് ഞാൻ വായിച്ചത്. കാരണം മെയിൻസ് കുറെ ഒക്കെ പ്രെഡിക്റ്റബിൾ ആണെന്ന് നമ്മൾ പറയും. അപ്പൊ അതിൽ കുറെ PYQs റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കറന്റ് അഫയേഴ്സിൽ നന്നായിട്ട് കൂടുതലായിട്ട് നമ്മൾ കാണുന്ന പല സബ്ജക്ട്സ് ഒക്കെ ചോദിക്കാം. അപ്പൊ അതിൽ പ്രധാനമായിട്ടും PYQസും പിന്നെ ഇവിടുത്തെ മെയിൻസ് ടെസ്റ്റ് സീരീസ് ആണ് എടുത്തത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും റിവൈസ് ചെയ്യുമായിരുന്നു. അപ്പം അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് റിവൈസ് ചെയ്യുന്നത്, പിന്നെ ഒരു ഓറിയന്റേഷൻ സെഷൻ എല്ലാ ആഴ്ചയും ഉണ്ടാവും. ആ ഓറിയന്റേഷൻ സെഷൻസിൽ പ്രധാനമായിട്ടുള്ള ടോപ്പിക്സ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യണമെന്നൊക്കെ പറയും. അപ്പൊ ആ പോയിന്റ്സും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് PDF ആക്കി വെച്ചിട്ട് അത് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഒരു പ്രാവശ്യമൊക്കെ വായിക്കാൻ പറ്റിയിട്ടുള്ളൂ, റിവൈസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഇത് തന്നെയാണ്, PYQസും പിന്നെ ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യുന്നതും ആണ് പ്രധാനമായിട്ടും ചെയ്തത്. മെയിൻസിന് നമുക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും നമുക്കത് ആൻസറിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പലർക്കും പറ്റാറില്ല. കാരണം ആൻസർ നമ്മൾ പ്രോപ്പർലി സ്ട്രക്ചർ ചെയ്യണം. ആൻഡ് അഗെയിൻ അവിടെ നമുക്ക് അത്യാവശ്യം ടൈമിനൊരു ക്രഞ്ച് ഉണ്ട്. അപ്പോൾ നല്ല സ്പീഡിൽ എഴുതണം, പ്രോപ്പർലി പ്രസൻറ്റ് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയായിരുന്നു മഞ്ജുമ ക്രാക്ക് ചെയ്തത്? ഈ ആൻസർ റൈറ്റിംഗ് എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം ഞാൻ ഇതിന്റെ മുന്നേ ആൻസേഴ്സ് ഒന്നും എഴുതിയിട്ടില്ല. ലൈക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു ആൻസർ എഴുതുന്നത് ആദ്യത്തെ MTS 1-നാണ്. അപ്പോ ഞാൻ ആദ്യത്തെ ആൻസർ ഒക്കെ അത്ര നല്ല ആൻസർ ഒന്നും അല്ല, ഒരു സ്ട്രക്ചർ ഒന്നും അല്ലാത്തൊരു ആൻസർ ആയിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ആ മെന്റർഷിപ്പിന്റെ സമയത്ത് ശ്രീകുമാർ സാറായിരുന്നു എന്റെ മെന്റർ. അപ്പൊ സാറ് സ്ട്രക്ചറിങ്ങിനെ പറ്റിയിട്ടും എങ്ങനെ കുറച്ചുകൂടെ ആൻസർ എഫക്റ്റീവ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് കീ പോയിന്റ്സ് പലപ്പോഴും നമ്മുടെ ആൻസറിൽ മിസ് ആകുന്നുണ്ട്. അപ്പൊ കീ പോയിന്റ്സ് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം, കൂടാതെ ഇതിന് വാല്യൂ ആഡീഷൻ തരുന്ന പല കാര്യങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ കേസ് സ്റ്റഡീസ്, പിന്നെ കേസ് ലോസ്. അപ്പൊ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് എന്റെ കണ്ടന്റ് ഡെഫിസിറ്റ്. ഞാൻ കൂടുതലായിട്ടും ഞാൻ അത് മറച്ചു വെച്ചിരുന്നത് എനിക്ക് തോന്നുന്നു സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ കേസ് ലോസും എക്സാമ്പിൾസും ഒക്കെ വഴിയാണ്. അപ്പൊ അതാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടൈം മാനേജ്മെന്റ് എനിക്ക് ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പൊതുവെ ഞാൻ കുറച്ച് സ്പീഡായിട്ട് എഴുതുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അവസാനമായപ്പോഴത്തേക്ക് അത് കുറച്ച് കവറപ്പ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഞ്ജുമയ്ക്ക് ജനറൽ സ്റ്റഡീസിന് 420 മാർക്സ് ഉണ്ട്. അപ്പോൾ ഈ 420 മാർക്സ് അച്ചീവ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. ആൻഡ് എസ്പെഷ്യലി വിത്ത് ലിമിറ്റഡ് കണ്ടന്റ്. അപ്പോൾ ഈ ലിമിറ്റഡ് കണ്ടന്റ് മാക്സിമൈസ് ചെയ്യാൻ, ആൻഡ് പലപ്പോഴും ലിമിറ്റഡ് കണ്ടന്റ് ഉള്ളപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറിയണമെന്നില്ല. അപ്പം ഇത് എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഇത്രയും മാർക്ക് വാങ്ങിച്ചത്? എനിക്ക് തോന്നുന്നു ഇനീഷ്യലി എനിക്കുള്ളൊരു തോന്നൽ എനിക്ക് കണ്ടന്റ് ഇല്ല, അപ്പൊ അതുകൊണ്ട് കുറെ ക്വസ്റ്റ്യൻസ് അറിയാതെ വന്നു കഴിഞ്ഞാൽ ഞാനത് എഴുതാതെ സ്കിപ്പ് ചെയ്യുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ മെന്റർഷിപ്പിന്റെ സമയത്തൊക്കെ സാറ് പറഞ്ഞു, ലൈക്ക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് നമ്മുടെ പേപ്പർ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാന്നുള്ള രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യുന്ന വിധത്തിൽ എഴുതുന്നതാണ് നമുക്ക് മാർക്ക് ഫെച്ച് ചെയ്യാന്ന് അങ്ങനെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് അവർക്ക് എനിക്ക് അറിയാമെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഞാൻ എന്റെ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയഗ്രാംസും പിന്നെ ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അത് കുറച്ച് എൻട്രസ് ചെയ്തു. അറിയാത്ത ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്ത ഒരു എക്സാമ്പിൾ പറയാമോ? അങ്ങനെ ഒരു എക്സാമ്പിൾ ഇപ്പം GS 1-ന് ഇപ്രാവശ്യം ഒരു ഫ്യോർഡ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജോഗ്രഫി. അപ്പൊ അതെനിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ എനിക്ക് ഇത് ഫ്യോർഡ്സ് എന്താണെന്ന് അറിയായിരുന്നു. പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങൾ കുറച്ച് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് എഴുതിയതാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ചിത്രം കുറച്ച് വലുതാക്കി വരച്ചു.
പിന്നെ അതിന്റെ പല ബെനിഫിറ്റ്സിനെ പറ്റി ചോദിച്ചപ്പം എക്കണോമിക്കലി അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഫിഷിംഗ്, പിന്നെ അവിടുത്തെ റൂറൽ ലൈവ്ലിഹുഡിനെ പറ്റിയൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് വിശദീകരിച്ച് എഴുതി. അപ്പൊ അങ്ങനെ എന്തായാലും 2 പേജ് ഞാൻ ഫില്ല് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാതിരിക്കില്ല, പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ ലോജിക്കലി ചിന്തിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ എഴുതുകയും വരക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനി ഓപ്ഷണൽ സബ്ജക്റ്റിലേക്ക് വരാം. MBBS-ഉം മലയാളം ലിറ്ററേച്ചറും അത്ര അങ്ങ് മാച്ച് ആവുന്നില്ല. എന്തുകൊണ്ടാണ് മലയാളം ലിറ്ററേച്ചർ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ കാര്യം? മലയാളം എനിക്ക് ചെറുപ്പം തൊട്ട് ഞാൻ എഴുതാനും വായിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ മലയാളത്തിന്റെ സിലബസ് നോക്കിയപ്പോൾ അതിൽ പേപ്പർ 2 നമുക്ക് പല കൃതികളാണ് വരുന്നത്. അതിലെ കൃതികൾ എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് എല്ലാ കൃതികളും ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള കൃതികളാണ്. അപ്പൊ അതിൽ എനിക്കൊരു ഫെമിലിയാരിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ മലയാളത്തിന്റെ കേസിൽ എനിക്കൊരു വേറെ തിരിഞ്ഞു നോട്ടം ഇല്ലായിരുന്നു. കാരണം എനിക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് മലയാളം ചെറുപ്പം തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പഠിച്ചെടുക്കാം എന്നൊരു തോന്നലുണ്ടായിരുന്നു ഉള്ളില്. പിന്നെ MBBS-ന്റെ ഇപ്പൊ മെഡിക്കൽ സയൻസ് എടുക്കുവാണെങ്കിൽ അത് വളരെ ബൾക്കി ആയിരുന്നു. അപ്പോൾ ഓൾറെഡി എനിക്ക് ബൾക്കി ആയിട്ടുള്ള പുതിയ കുറെ സബ്ജക്ട്സ് പഠിക്കാനുള്ളപ്പോൾ അതും കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്തായാലും തോന്നും എന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ മലയാളം തന്നെ ചൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. മലയാളത്തിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒന്ന് പറയാമോ? മലയാളത്തിന്റെ ക്ലാസ്സസ് ഞാൻ ആക്ച്വലി അറ്റൻഡ് ചെയ്തത് എന്റെ ഫൈനൽ ഇയർ MBBS എക്സാമിന്റെ സമയത്താണ്. അപ്പൊ അത് ഞാൻ ആക്ച്വലി എന്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹൗസ് ഏജൻസി ചെയ്യുമ്പോൾ മലയാളം ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഇതിന്റെ മലയാളം ക്ലാസ്സസ് ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ ആ ക്ലാസ്സസ് ഞാൻ ആക്ച്വലി അറ്റൻഡ് ചെയ്തത് എന്റെ MBBS ഫൈനൽ ഇയർ എക്സാമിന്റെ സമയത്താണ്. അപ്പൊ ഞാൻ എക്സാം കഴിഞ്ഞ് വരുന്നു, ഞാൻ അന്ന് വൈകുന്നേരം മലയാളം ക്ലാസ് കേൾക്കുന്നു. അപ്പൊ ആ രീതിയിലാണ് അന്ന് ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഹൗസ് ഏജൻസിന്റെ സമയത്ത് എനിക്ക് മലയാളം പഠിച്ചെടുക്കാനായിട്ട് എനിക്ക് ടൈമും ആ ഒരു ഫോക്കസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തു, പിന്നെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അപ്പൊ അതിന്റെ ഒപ്പം ചെറുതായിട്ട് മലയാളം നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഡെയിലി ടെസ്റ്റ് നമുക്ക് ടാർഗറ്റ്സും പിന്നെ NCERT ടെസ്റ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഒപ്പം വരെ ഞാൻ ഡിസംബർ വരെ കുറച്ചൊക്കെ ഞാൻ മലയാളം നോക്കിയിട്ടുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പേപ്പർ 1 മാത്രമേ എനിക്ക് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പേപ്പർ 2 ഞാൻ ഒന്നും അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാനത് അവിടെ നിർത്തിവെച്ചു. പിന്നെ PTS വന്നു. അപ്പൊ PTS-ലേക്ക് ഫുൾ ഫോക്കസ് ആയി. പിന്നെ ഞാൻ മലയാളം പഠിക്കാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മെയിൻസിന്റെ ആ ഒരു ഗ്യാപ്പിലാണ്. അപ്പൊ ആ ഒരു 3 മാസം ഞാൻ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടെസ്റ്റ് സീരീസ് ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. പിന്നെ ആ 3 മാസം കൊണ്ട് ഭാഗ്യം കൊണ്ട് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റി. അത് മലയാളം എഴുതി തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. അതും എനിക്ക് തോന്നുന്നു എനിക്ക് റൈറ്റിംഗ് സ്പീഡ് ഉള്ളത് എനിക്ക് അതിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മഞ്ജുമ, നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞപ്പം മഞ്ജുമ അതിനെ കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നില്ല. ടോപ്പേഴ്സ് ടോക്കിന് വരാനും അങ്ങനെ മഞ്ജുമയ്ക്ക് ഇപ്പോൾ ഈ ഇന്റർവ്യൂവിന് വരാൻ അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു അത്? അതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു എനിക്കൊരു സ്ട്രാറ്റജി ആക്ച്വലി ഇല്ല. ഇപ്പൊ എന്റേത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ജേർണിയാണ്. അത് പലപ്പോഴും ചില ആൾക്കാർക്ക് അത് തെറ്റിദ്ധരിക്കും. അത് കാരണം എല്ലാവർക്കും ചിലപ്പം ഷോർട്ട് ഡ്യൂറേഷൻ പോരായിരിക്കും. എനിക്ക് തോന്നുന്നു എന്റെ കേസിൽ എന്തൊക്കെയോ വർക്ക്ഔട്ട് ചെയ്തു, ചിലത് എന്റെ ഫേവർ ആയിട്ട് വന്നു. പിന്നെ വേറൊന്നും എനിക്ക് തോന്നുന്നു എന്റെ ഫേവറിൽ വലിയൊരു ലക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ എക്സാം എന്ന് പറഞ്ഞത് എനിക്ക് എന്നെക്കാളും ഒരുപാട് കണ്ടന്റും ഒരുപാട് അറിവും കഴിവും എല്ലാം ഉള്ള ഒരുപാട് ആൾക്കാരെ എനിക്ക് അറിയാം. അപ്പൊ എനിക്ക് എന്തോ ഒരു വളരെ ലക്കി ആയിട്ട് ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ലക്കിന്റെ ഒരു ഫേവറും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ എന്റെ ഒരു റെപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മോഡൽ എന്റെ കയ്യിലില്ല. എന്റെ ഇന്റർവ്യൂ കണ്ട് ഇപ്പൊ കുറെ പേര് ആ രീതിയിൽ പഠിക്കാൻ അവർക്ക് എന്തെങ്കിലും കിട്ടുന്ന എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു എന്തൂസിയാസം തോന്നാതിരുന്നത്. ഇതിനു മുമ്പ് ടോപ്പേഴ്സ് ഇന്റർവ്യൂസ് കാണാറുണ്ടായിരുന്നോ? ഞാൻ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ടോപ്പേഴ്സ് ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ആ ഇന്റർവ്യൂ കാണുമ്പോൾ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ വന്നിരിക്കുന്നു, ഇത്രയും പെട്ടെന്ന് വന്നിരിക്കുന്നു ഞാൻ വിചാരിച്ചിരുന്നു. നമുക്ക് മേ ബി ഏറ്റവും ഹൈ കിട്ടുന്ന ഒരു മൊമെന്റ് നമ്മൾ ആ റിസൾട്ട് ഉള്ള PDF-ൽ നമ്മുടെ പേര് കാണുമ്പോഴാണ്. മഞ്ജുമയുടെ ആ ഒരു മൊമെന്റ് റിലീവ് ചെയ്യാമോ? ഒറ്റയ്ക്കായിരുന്നോ അതോ ഫാമിലിയുടെ കൂടെ ആയിരുന്നോ കൂട്ടുകാരുടെ കൂടെ ആയിരുന്നോ? ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഞാൻ അന്ന് റിസൾട്ട് വരുന്ന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫുൾ ടൈം ഓൺലൈനായിട്ട് ഈ സൈറ്റ് ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു PDF കണ്ടു. അപ്പൊ അത് തുറന്നു നോക്കി പേരടിച്ചപ്പോ എന്റെ പേര് കണ്ടു. അപ്പൊ എനിക്ക് പിന്നെ ഒരു ഇതായത് ഫേക്ക് PDF വല്ലതും ആണോ? അപ്പൊ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു, വീട്ടിൽ പറഞ്ഞില്ല.
പിന്നെ ഞാൻ വേറൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കണ്ടു, അപ്പൊ അതിലും എന്റെ പേരുണ്ട്. അപ്പൊ അങ്ങനെ ആയപ്പോ ഞാൻ പിന്നെ വീട്ടില് പറഞ്ഞു ഇങ്ങനെ പേരുണ്ട്, പക്ഷെ അത് ഉറപ്പില്ല. UPSCന്റെ വെബ്സൈറ്റ് അപ്പൊ തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു, ജാം ആയിരുന്നു. അപ്പൊ അത് ഉറപ്പില്ല അച്ഛാ, ആരോടും പറയൊന്നും വേണ്ട, നമുക്ക് നോക്കാം UPSCന്റെ വെബ്സൈറ്റിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നോക്കിയപ്പോ UPSC വെബ്സൈറ്റിൽ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിൽ അങ്ങനെയാണ് അപ്പൊ എനിക്ക് ശരിക്കും അത് എന്റെ പേര് തന്നെയാണ്, അത് ഒറിജിനൽ ആണെന്ന് ഞാൻ വിശ്വസിച്ചത്. ഇപ്പോൾ ഹൈൻസൈറ്റിൽ നമ്മളിപ്പോൾ ഈ പ്രിപ്പറേഷൻ ജേർണി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇനി ഈ ജേർണി എടുക്കാൻ പോകുന്ന പുതിയ ആസ്പിറൻസിന് മഞ്ജുമയ്ക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? എനിക്ക് പറയാനുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലാണ്. കാരണം അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു റെഫറൻസ് സോഴ്സ് എന്ന് പറഞ്ഞത് അത് തന്നെയായിരിക്കും. പിന്നെ പ്രിലിം സ്റ്റേജിൽ ഉള്ള ആൾക്കാരോട് പലരും CSAT ഇപ്പോഴും ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് പോലും CSAT ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണെന്ന് കൂട്ടാക്കാത്ത പലരും ഉണ്ട്. അപ്പൊ CSAT ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇപ്രാവശ്യം കട്ട് ഓഫ് തന്നെ ഒത്തിരി കുറഞ്ഞതിന്റെ മെയിൻ കാരണം CSAT തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ വീക്ക്നെസ്സും സ്ട്രെങ്ത്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സ്ട്രെങ്ത്സിൽ നമ്മൾ ലെവറേജ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ ഓവറായിട്ട് സ്ട്രെസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് നന്നായിട്ട് കുറയുന്ന ഒരു എക്സാമും കൂടിയാണ്. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് വളരെ ഡൗൺ ആണെന്ന് തോന്നുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ ഈ എക്സാം എന്ന് പറഞ്ഞത് ഒരു എൻഡ് അല്ല, അത് ഒരു മീൻസ് മാത്രമാണ്. നമ്മൾ ഈ എക്സാമിന് പലരും എന്തുകൊണ്ട് സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സമൂഹത്തിനെ സേവിക്കുക അങ്ങനെയായിരിക്കും പലരുടെയും ഒരു ആൻസർ എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇത് അതിന്റെ ഒരു മീൻസ് മാത്രമാണ്, അതിന്റെ എൻഡ് അല്ല. അതുകൊണ്ട് ഈ എക്സാം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ എൻഡിൽ നിങ്ങൾ ഒരിക്കലും എത്താതിരിക്കുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കർമ്മ മേഖല കണ്ടുപിടിക്കുക, ആ സ്ഥലങ്ങളിൽ നമ്മൾ ശോഭിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ അവസാനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ എക്സാം വളരെ നമുക്ക് മെന്റലി നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു എക്സാമായി ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. താങ്ക് യു സോ മച്ച് മഞ്ജുമ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ കോൺവെർസേഷൻ. മഞ്ജുമ ഒത്തിരി ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട് ആൻഡ് യു ആർ എ ജെനുവിൻലി വെരി ഹംബിൾ പേഴ്സൺ. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇത്രയും നല്ല റാങ്ക് കിട്ടിയത്. ആൻഡ് കൺഗ്രാറ്റ്സ് ഫോർ യുവർ കരിയർ അഹെഡ്. താങ്ക് യു. താങ്ക് യു സർ. Fortune IAS Academy. More than just an academy.